ചിക്കൻ റോളിനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ദോശ ഇട്ടിട്ടാണ് ചിക്കൻ റോൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതിനുള്ള മാവ് ഞാൻ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതായത് കോളിഫ്ലവർ പൊരിക്കാൻ വേണ്ടിയിട്ട് അത് റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് നോമ്പായതുകൊണ്ട് 3-4 കടി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതാ പുട്ടിന് ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് വേവിക്കണം. അപ്പോൾ ഞാൻ ചിക്കൻ റോൾ പരത്തി റെഡിയാക്കട്ടെ. കുക്കറിൽ സാമ്പാറാണ് കേട്ടോ. തീർന്നില്ലേ? നല്ലോണം ഉണ്ടാക്കിയില്ലേ? മാലാസനിക്ക് ഒന്ന് എഴുതാൻ പറയണമെന്ന് വെച്ചോ. എനിക്ക് കേക്ക് വേണം തന്നില്ലേനോ, വിട്ടുപോയി. പക്ഷെ എത്ര വട്ടം പിടിച്ചാലും ഉണ്ടാക്കി 4 വട്ടമുണ്ടല്ലോ. നല്ലതാണല്ലേ ഫ്രൂട്ട്സും വെള്ളമല്ലോ. ഗൈസ്, അപ്പോൾ നമ്മളെ ബജ്ജിമുളക് ഇതാ അവിടെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കോളിഫ്ലവർ ഞാൻ പൊരിക്കാൻ പോകുക കേട്ടോ. ഒക്കെ പൊരിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ക്ലീൻ ചെയ്യാൻ അരിച്ചിട്ടാണ്. പിന്നെ നമ്മളെ ചിക്കൻ റോൾ ഇതാ പൊരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒക്കെ കുറച്ചേശ്ശായിട്ട് ഉണ്ടാക്കുന്നത്. കാരണം ലാസ്റ്റ് നോമ്പല്ലേ, അപ്പോൾ എല്ലാം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇനി ബ്രെഡ്, മധുരം, മുട്ടയും പഞ്ചസാരയിട്ട് ബ്രെഡ് വാട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് വാട്ടും കൂടി ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ട്. 4 കടിയും പിന്നെ പുട്ടും സാമ്പാറും. പിന്നെ എനിക്ക് പഴമാണ് ഇഷ്ടം. അപ്പം പഴം കൂട്ടി കഴിക്കാൻ വിചാരിച്ച്. പിന്നെ അതാ നമ്മൾ പുട്ട് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മുന്തിരി ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പുട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഞാൻ ഓരോന്ന് അടുക്കി കുത്തി വെച്ച് കിട്ടും. അല്ലാണ്ട് നമ്മൾ നീളത്തിൽ അങ്ങ് ഇട്ടിട്ടുണ്ടെങ്കിൽ സ്ഥലം ഉണ്ടാവില്ല. ഇങ്ങനെ നല്ല സ്ഥലം ഉണ്ടാവും. അപ്പോൾ ഗായ്സ്, ഇതാ നമ്മുടെ വിഭവങ്ങളൊക്കെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് കുറേ ഐറ്റം ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. പിന്നെ നോമ്പ് ലാസ്റ്റ് ആയപ്പോൾ ഇവർക്ക് എന്തായി പറ്റിയ അഹങ്കാരമാണോന്നൊന്നും വിചാരിക്കേണ്ട. പിന്നെ ഇത് കോളിഫ്ലവറും കായ് ബജിൻ്റെ കായും ഉമ്മന്ന് സാധനം വാങ്ങാൻ പോയപ്പോൾ വാങ്ങിയിട്ട് വന്നേ കേട്ടോ, ജാംജൂമിൽ. പിന്നെ അപ്പോൾ അത് രണ്ടൊന്നും ഉണ്ടാക്കാമെന്ന് ആദ്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞാൽ, നമുക്ക് ചിക്കൻ റോൾ ഇപ്രാവശ്യം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കാം. അപ്പോൾ ചിക്കൻ റോൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞാൽ പിന്നെ ഇനി ലേശം അത് ഉണ്ടാക്കിക്കോന്ന് പറഞ്ഞു. പിന്നെ ഇത് അന്ന് രാവിലെ മുതലേ പറയുന്നുണ്ട് ബ്രെഡ് വാട്ടി കൊടുക്കാൻ. അപ്പോൾ എനിക്ക് വേണ്ടി വാട്ടിയതാണ്. ഓന് നോമ്പ് തുറക്കുന്ന നേരമാകുമ്പോൾ എത്ര വിളിച്ചാലും വരില്ല. ഓൻ പറയും പിന്നെ നോമ്പ് എനിക്ക് നോമ്പൊന്നുമില്ല, ഞാൻ തുറക്കില്ലാണ്ട്. ഓൻ ഇവിടെ ഒന്നും ഇരിക്കില്ല. ഓൻ ഇത്തിരി വെള്ളം കുടിച്ചു ഓനങ്ങ് പോകും. അപ്പോൾ തിന്നാണെങ്കിൽ ഉണ്ടാക്കി തിന്നോട്ടെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പോൾ പിന്നെ ലാസ്റ്റത്തെ നോമ്പല്ലേ, ഇനി നമ്മൾ കടി ഉണ്ടാക്കാനൊന്നും നമ്മൾ മെനക്കെടില്ല. ഇനിയിപ്പോൾ കടിയൊക്കെ ഉണ്ടാക്കി മടിയായിരിക്കും. ബേക്കറി എന്തെങ്കിലും കൂടി അങ്ങനെ ഒപ്പിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കി ഒന്ന് നോക്കുമ്പോൾ തോനെയായിപ്പോയി. പിന്നെ അപ്പോൾ പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ ആയി. അപ്പോൾ നാളത്തെ സ്പെഷ്യലും കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ വീഡിയോ വേറെ ഇടാം. അപ്പോൾ ഞാൻ ഏകദേശം മാങ്ങ കൊടുക്കാനായിട്ട് കുറച്ച് ക്ലീനിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് നോമ്പ് തുറക്കാൻ നോക്കട്ടെ കേട്ടോ.